നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഓറൽ ക്യാൻസറിന്റെ പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും രോഗനിർണയത്തെക്കുറിച്ചുമാണ് ഹലോ ഡോക്ടറിലൂടെ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. നമുക്കൊപ്പമുള്ളത് തിരുവനന്തപുരം ഗവൺമെന്റ് ഡെന്റൽ കോളേജിലെ ഓറൽ പാത്തോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ശിവകുമാറാണ്. ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. സ്വാഗതം. ഡോക്ടർ, ആദ്യം തന്നെ ചോദിക്കുന്നതാണ്, ഈ വായിലെ അർബുദം കഴിഞ്ഞ വർഷങ്ങളുമായി താരതമ്യം ഇപ്പോൾ ചെയ്യുമ്പോൾ കേസുകൾ കൂടി വരുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടോ? ഉണ്ട്, തീർച്ചയായും. നമ്മൾ മുമ്പത്തെ അവസ്ഥ വെച്ച് ഇപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ഈ രോഗാവസ്ഥ, അതായത് ഓറൽ ക്യാൻസർ അല്ലെങ്കിൽ വായിലെ അർബുദം കൂടി വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത് നാഷണൽ ക്യാൻസർ രജിസ്ട്രിയുടെ ഡാറ്റ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഇത് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ തോത്, ഓറൽ ക്യാൻസറിൻ്റെ തോത് കൂടി വരുന്നു എന്നുള്ളത് മാത്രമല്ല, ഇത് താരതമ്യേന വയസ്സ് കുറഞ്ഞ ആൾക്കാരിലും ഇത് കണ്ടു തുടങ്ങി അല്ലെങ്കിൽ ഇപ്പോൾ കൂടുതൽ കാണുന്നു എന്നുള്ളതാണ് കൂടുതൽ ഗൗരവതരമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഓറൽ ക്യാൻസറിൻ്റെ തോത് കൂടി വരുന്നു. അതുമാത്രമല്ല, ഇത് ഏജ് കുറഞ്ഞ ആളുകൾ അല്ലെങ്കിൽ വയസ്സ് കുറഞ്ഞ ആളുകളിലും ഇത് ഇപ്പോൾ കാണുന്നുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ നമ്മൾ നോക്കാനുള്ളത്, മുമ്പ് ഓറൽ ക്യാൻസർ നമ്മൾ കണ്ടിരുന്നത് ഒരു 55-60 വയസ്സായ ആൾക്കാരുടെ ഒരു രോഗമായിട്ടാണ് നമ്മളിത് കണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനല്ല. ഇത് ഒരു 40-45, ഈവൻ 35 അല്ലെങ്കിൽ ഒരു 35 വയസ്സിന് മുകളിലുള്ള ആളുകളിലും ധാരാളമായി ഇത് കണ്ടുവരുന്നു. അപ്പോൾ ഇത് വളരെ ഗൗരവകരമായ ഒരു കാര്യമാണ്. ഡോക്ടർ, അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ ഈ വായിലെ അർബുദ കേസുകൾ വർദ്ധിക്കുന്നതിന് പിന്നിലെ പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് എന്തെല്ലാമാണ്? വായിലെ അർബുദം അല്ലെങ്കിൽ ഓറൽ ക്യാൻസർ വരാനുള്ള പ്രധാന കാര്യം പുകയില അല്ലെങ്കിൽ ടുബാക്കോ, പുകയിലയുടെ ഉപയോഗം തന്നെയാണ്. പുകയിലയുടെ ഏത് രീതിയിലുള്ള ഉപയോഗവും, അത് സ്മോക്കിംഗ് അല്ലെങ്കിൽ നമ്മൾ പുകവലിയാകാം, അല്ലെങ്കിൽ ചവയ്ക്കുന്ന രീതിയിലുള്ള പുകയില ഉൽപ്പന്നങ്ങൾ, അതായത് കൈനി, ഗുഡ്ക, അതുപോലെ പാൻ മസാല, ഇതിൻ്റെ ഉപയോഗങ്ങൾ ആണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ ക്യാൻസർ ഒരു ജനിതക പ്രോബ്ലം കൂടെയാണ്, ഒരു ജനിതകമായ ഒരു ഫാക്ടർ കൂടെ അതിലുണ്ട്. അപ്പോൾ ആ ഘടകം നമ്മൾ കാണാതെ വിടാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ ഈ ഹാബിറ്റ്സ് അല്ലെങ്കിൽ സ്മോക്കിംഗ്, അതുപോലെ തന്നെ ആൽക്കഹോൾ അല്ലെങ്കിൽ മദ്യപാനം, ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് ഇതിൻ്റെ റിസ്ക് 10 മടങ്ങായിട്ട് വർദ്ധിക്കുന്നത്. അപ്പോൾ ഈ ഓറൽ ക്യാൻസർ അല്ലെങ്കിൽ വായിലെ അർബുദത്തിൻ്റെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് പ്രീ ക്യാൻസറസ് ലീഷൻസ് അല്ലെങ്കിൽ കണ്ടീഷൻസ്, അതായത് അർബുദ പൂർവ്വ രോഗങ്ങൾ അല്ലെങ്കിൽ അവസ്ഥകൾ നമുക്ക് വായിൽ മുൻകൂട്ടി കാണാൻ കഴിയും. അത് വെളുത്ത പാടുകളായോ അല്ലെങ്കിൽ ചുവന്ന പാടുകളായോ അല്ലെങ്കിൽ ഈ ലൈക്കൻ പ്ലാനസ്, ഫൈബ്രോസിസ് അല്ലെങ്കിൽ സബ്മ്യൂക്കസ് ഫൈബ്രോസിസ്, ഇങ്ങനെയുള്ള പല രോഗങ്ങളുടെ ഭാഗമായി ഈ ഓറൽ ക്യാൻസർ അല്ലെങ്കിൽ വായിലെ അർബുദം വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ടുബാക്കോ അല്ലെങ്കിൽ പുകയില തന്നെയാണ്. പ്രീ ക്യാൻസറസ് അല്ലെങ്കിൽ അർബുദപൂർവ്വ കണ്ടീഷൻസ് അല്ലെങ്കിൽ അവസ്ഥകൾ നമ്മൾ തിരിച്ചറിയണം. അതായത് വെളുത്ത പാടുകൾ, ചുവന്ന പാടുകൾ, അതുപോലുള്ള അവസ്ഥകൾ നമ്മൾ തിരിച്ചറിയണം. മാത്രമല്ല, തുടരെ മുറിവേൽപ്പിച്ചു കൊണ്ടിരിക്കുന്ന പല്ലുകളുടെ കൂർത്ത ഭാഗങ്ങൾ അല്ലെങ്കിൽ കൂർത്ത പല്ലുകൾ തുടരെ വായിൽ കൊണ്ട് മുറിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ പുകവലിയുടെ കൂടെ മദ്യപാനം കൂടെ ആവുമ്പോൾ റിസ്ക് വളരെയധികം വർദ്ധിക്കുന്നു. അതുപോലെ തന്നെ വായിലെ കൂർത്ത പല്ലുകൾ കൊണ്ടുള്ള തുടരെയുള്ള മുറിവുകൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതുപോലെ തന്നെ HPV അല്ലെങ്കിൽ ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, അതുണ്ടാക്കുന്ന ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ അത് കാരണമുണ്ടാകുന്ന കണ്ടീഷൻസും അല്ലെങ്കിൽ വായിലെ അവസ്ഥകളും ക്രമേണ ഓറൽ ക്യാൻസർ അല്ലെങ്കിൽ വായിലെ അർബുദത്തിലോട്ട് വഴിതെളിക്കുന്നുണ്ട്. ഡോക്ടർ, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ, ഇപ്പം പുകയില ഉപയോഗിക്കുന്നത് മൂലം വായിലെ ക്യാൻസറിൻ്റെ അളവ് കൂടുമെന്ന്. അപ്പോൾ അതുപോലെ തന്നെ ഈ പുകയില ഉപയോഗിക്കാത്ത ആളുകൾക്കും വായിലെ അർബുദം വരാൻ സാധ്യതയുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് മറ്റ് അപകട കാരണങ്ങൾ എന്തെല്ലാമാണ് അതിൻ്റെ? അപ്പോൾ ഞാൻ പറഞ്ഞു, പുകയില ഉപയോഗിക്കുന്നതാണ് ഒരു പ്രധാന കാരണം. പക്ഷെ അതുപോലെ തന്നെ ഒരു ജനിതക ഘടന ഇതിലുണ്ട്. ജനിതകമായ വ്യതിയാനമാണ് ശരിക്കും ക്യാൻസറിൻ്റെ ഒരു തുടക്കം വരുന്നത്. അപ്പോൾ ആ ഒരു ജനിതക വ്യതിയാനം വരുന്നത് പുകവലി കൊണ്ട് മാത്രമല്ല, നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് അതിൻ്റെ ഭാഗമായിട്ട്, ഇൻഫെക്ഷൻസിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അത് വരുന്ന
അത് വരുത്തുന്ന വ്യതിയാനങ്ങളുടെ ഭാഗമായിട്ട് ക്യാൻസറിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു, വായിൽ തുടരെ ഉണ്ടാകുന്ന മുറിവുകൾ, അത് കൂർത്ത പല്ലുകൾ കൊണ്ടാകാം, അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന കൃത്രിമ ദന്തങ്ങൾ കൊണ്ടാകാം, അല്ലെങ്കിൽ നമ്മൾ വൈപ്പ് പല്ലുകൾ അല്ലെങ്കിൽ പല്ല് സെറ്റ് ഇത് ശരിയായ രീതിയിലല്ല ചെയ്തിരിക്കുന്നതെങ്കിൽ അതിൻ്റെ കൂർത്ത ഭാഗങ്ങൾ കൊണ്ട് തുടരെ മുറിയുക. ഈ കാര്യങ്ങളെല്ലാം കൊണ്ടും നമുക്ക് മദ്യപാനമോ പുകവലിയോ ഇല്ലെങ്കിൽ കൂടെ ഇതിലോട്ട് ക്യാൻസർ അല്ലെങ്കിൽ അർബുദം വരാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ നമ്മൾക്ക് ഈ പുകവലിയും മദ്യപാനവും കൂടെ ഉണ്ടെങ്കിൽ ഈ റിസ്ക് 10 മടങ്ങ് വർദ്ധിക്കുന്നു. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഒരു പ്രേക്ഷകൻ നമ്മളോട് ചേരുന്നുണ്ട്. തൊടുപുഴയിൽ നിന്നും അഫ്സലാണ്. അഫ്സൽ, ഡോക്ടറോട് ചോദിച്ചോളൂ. സാറേ നമസ്കാരം. നമസ്കാരം, പറയണം. സാറേ, എനിക്ക് വായിൽ ഈ അൾസർ പോലെ വരുന്നുണ്ട് എപ്പോഴും. ഞാൻ സിഗരറ്റ് വലിക്കോ അതുപോലെ മദ്യപാനോ അങ്ങനെ പുകയില ഉൽപ്പന്നങ്ങളോ ഇതുവരെ 40 വയസ്സായി ഇതുവരെ ചെയ്തിട്ടില്ല. ശരി. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് നാക്കിലും വരാറുണ്ട്. അതുപോലെ ചിലപ്പോൾ 1 2 ഒക്കെ വരും. ഒരെണ്ണം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെയിൻഫുൾ ആയിട്ടൊരു 1 വീക്ക് ഒക്കെ എടുക്കും. ഞാൻ മൗത്ത് ജെല്ലൊക്കെ യൂസ് ചെയ്തിട്ടാണ് പോകുന്നത്. ശരി. ഇപ്പോൾ ഈ എത്ര വയസ്സായി? 40. ഇതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാറുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് വരണ്ട. എനിക്കൊരു 4-5 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കുറച്ച് ദിവസങ്ങളിൽ വരും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ വെറുതെ ഒരു മാസം വീണ്ടും വരും. ശരി. ഇത് 1 2 3 ഒക്കെ അടുപ്പിച്ച് വരലുണ്ട്. ഒന്ന് കഴിഞ്ഞ് കണ്ടിന്യൂസ് ആയിട്ട് 2 3 വരും. ഓക്കെ. ഇത് അല്പം ടെൻഷനൊക്കെ ഉള്ള ആളാണോ? ടെൻഷനുണ്ട്. ഇത് ഇപ്പോൾ പറയുന്നതിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത്, ഇത് നമ്മൾ വായ്പുണ്ണ് അല്ലെങ്കിൽ റിക്കറൻ്റ് ആഫ്റ്റർ സ്റ്റൊമറ്റൈറ്റിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. വായ്പുണ്ണ് എന്ന് നമ്മൾ പറയുന്ന അതാണ് സാധാരണഗതിയിൽ ഈ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അത് പേടിക്കാനുള്ള ഒരു ഇതല്ല, ഒരുപാട് ആൾക്കാർക്ക് ഉള്ള ഒരു കണ്ടീഷനാണ്. പക്ഷേ ഇത് സ്ട്രെസ്സ് അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ടെൻഷനോ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരിൽ ഇത് കുറച്ച് കൂടുതൽ കാണാം. ഉദാഹരണത്തിന് പരീക്ഷ സമയം കുട്ടികളിൽ ഇത് കൂടുതൽ കാണാം, അല്ലെന്നുണ്ടെങ്കിൽ ജോബ് റിലേറ്റഡ് സ്ട്രെസ്സ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള, അപ്പോൾ നമ്മൾ സ്ട്രെസ്സ് കുറയ്ക്കാൻ ബോധപൂർവമായ ഒരു ശ്രമം വേണം. പിന്നെ നമ്മുടെ ആഹാര രീതി ഒന്ന് പരിശോധിക്കുക. എന്തെങ്കിലും ഡെഫിഷ്യൻസീസ്, ധാരാളം പച്ചക്കറികൾ കഴിക്കുക, എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് വൈറ്റമിൻ B12 അയൺ ഡെഫിഷ്യൻസിയോ അതുപോലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ അതൊന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇത് എന്നിട്ട് കുറവില്ല എന്നുണ്ടെങ്കിൽ കഴിക്കലുണ്ട് ഡെയിലി. പറയുക. സിങ്കോവിറ്റ് എന്ന് പറഞ്ഞിട്ട് ടാബ്ലറ്റ് ഡെയിലി കഴിക്കലുണ്ട്. അത് കഴിക്കാം. ഓക്കെ, നല്ലത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ പച്ചക്കറികൾ കൂട്ടുക, സ്ട്രെസ് ഒന്ന് കുറയ്ക്കുക. എന്നിട്ട് ഇത് കുറവില്ല എന്നുണ്ടെങ്കിൽ ഒരു ദന്തരോഗ വിദഗ്ധനെ കാണിക്കുക. ഇപ്പോൾ എല്ലാ മെഡിക്കൽ കോളേജുകളിലും അല്ലെങ്കിൽ ഡെൻ്റൽ കോളേജുകളിലും അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈമറി സെൻറ്ററുകളിലും ദന്തരോഗ വിദഗ്ധർ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ഉണ്ട്. നമുക്കിത് കാണിക്കാം എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, പേടിക്കാനുള്ള ഒന്നുമില്ല. സ്ട്രെസ് കുറയ്ക്കുക, അതാണ് ഇത് ആദ്യം വേണ്ടത്. ഞാൻ കുറേ ഡോക്ടേഴ്സിനെ കണ്ടിരുന്നു 1 by 1 ആയിട്ട്. പക്ഷെ എല്ലാവരും ഇത് ഒരു കുറയും എന്നാണ് പറയുന്നത്. വേറെ പേടിക്കേണ്ട കാര്യങ്ങളില്ലാന്ന് പറയുന്നുണ്ട്. ശരി. ഒരു കാര്യം കൂടെ ഉള്ളത്, ഇനിയും അത് കുറയാതെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ കുറേ ചെക്കപ്പ് കൂടെ ഇതിൽ ചെയ്യണം. നമുക്ക് വൈറൽ അൾസറുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് ഗ്യാസ്ട്രിക് ആസിഡ് ഇങ്ങനെ പുറത്തോട്ട് വരുന്ന ഇതുണ്ടോ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മൾ നോക്കുക. അപ്പോൾ അതിനൊരു ദന്തരോഗ വിദഗ്ധനെ കാണുന്നത് നല്ലത് തന്നെയാണ്. എന്തായാലും പേടിക്കേണ്ട ഒരു കണ്ടീഷൻ അല്ല. ശരി ഡോക്ടർ, പ്രേക്ഷകനെ വ്യക്തമായി മനസ്സിലാക്കുന്നു. ഡോക്ടർ, അതുപോലെ തന്നെ നമ്മുടെ ഈ വായിലെ അർബുദത്തിൻ്റെ തുടക്ക ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് എന്തെല്ലാമാണ്? ഇപ്പം ഏത് ലക്ഷണങ്ങൾ കണ്ടാലാണ് നമ്മൾ ഉടൻ ഡോക്ടറെ സമീപിക്കേണ്ടതായിട്ടുള്ളത്? ഈ ലക്ഷണങ്ങൾ പറയുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, വായിലുള്ള അർബുദം അല്ലെങ്കിൽ ഓറൽ ക്യാൻസറിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രീ ക്യാൻസറസ് കണ്ടീഷൻ അല്ലെങ്കിൽ ലീഷൻസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അതായത് അർബുദപൂർവമായ അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷൻ. അപ്പോൾ അത് ചിലപ്പോൾ വരുന്നത് വെള്ളപ്പാടുകൾ, കൈ കൊണ്ട് നമ്മൾ ചുരണ്ടി നോക്കിയാൽ മാറിപ്പോകാത്ത അല്ലെങ്കിൽ ഇളകി വരാത്ത രീതിയിലുള്ള വെള്ളപ്പാടുകളാകാം, അല്ലെങ്കിൽ ചുവന്ന പാടുകളാകാം, അല്ലെങ്കിൽ ഈ ലൈക്കൻ പ്ലാനസ് അല്ലെങ്കിൽ ഫൈബ്രോസിസ്, ഓറൽ സബ്മ്യൂക്കസ് ഫൈബ്രോസിസ്, ഇങ്ങനെയൊക്കെ വരുന്ന കുറേ കണ്ടീഷൻസ് ഉണ്ട് അല്ലെങ്കിൽ അവസ്ഥകളുണ്ട്. അപ്പോൾ ഇതാണോ എന്ന് നമ്മൾ തിരിച്ചറിയുക. തുടക്കത്തിൽ തന്നെ ഒരു ദന്തരോഗ വിദഗ്ധനെ കണ്ട്, അല്ലെങ്കിൽ ഒരു പത്തോളജിസ്റ്റിനെയോ ഒരു ഓറൽ മെഡിസിൻ ആൻഡ് റേഡിയോളജിസ്റ്റിനെയോ കണ്ട് നമ്മൾ ഇത് കുഴപ്പമുള്ള ഇതല്ല എന്നുള്ളത് നമ്മൾ ഉറപ്പാക്കുക.
അപ്പോൾ പറയുമ്പോൾ തന്നെ ഓർമ്മിച്ചോളണം, എല്ലാ വെള്ളപ്പാടുകളും അതുപോലെ തന്നെ എല്ലാ ചുവന്ന പാടുകളും, വായിൽ കാണുന്ന എല്ലാ ചുവന്ന പാടുകളും വെള്ളപ്പാടുകളും ക്യാൻസറിൻ്റെ ലക്ഷണമല്ല. അപ്പോൾ അങ്ങനെയുള്ളത് കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും തന്നെ നമ്മളൊരു ദന്തരോഗ വിദഗ്ധനെ നമ്മൾ കാണുക. ഇനി നമുക്ക് ലക്ഷണങ്ങളിലോട്ട് വരാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാറിപ്പോകാത്ത വെള്ളപ്പാടുകൾ, അതുപോലുള്ള ചുവന്ന പാടുകൾ, ഇതല്ലാതെ നമ്മുടെ ചുവന്ന പാടുകൾ, വെള്ളപ്പാടുകൾ, അതുപോലെ തന്നെ നമ്മൾ വായിൽ വരുന്ന ഉണങ്ങാത്ത അല്ലെങ്കിൽ തന്നെത്താനെ ഉണങ്ങിപ്പോകാത്ത 2 ആഴ്ചയിലോ അല്ലെങ്കിൽ 1 മാസത്തോളമോ നീണ്ടു നിൽക്കുന്ന മുറിവുകൾ, അത് വളരെ പ്രധാനമാണ്. അതിപ്പോൾ കൂർത്ത പല്ലുകൾ കൊണ്ടാകാം അല്ലെങ്കിൽ അല്ലാതെയാകാം. ഇതിൻ്റെ കൂടെ വൈറൽ ഇൻഫെക്ഷൻസ്, അതായത് നമ്മുടെ പാപ്പിലോമ വൈറസ് പോലുള്ള വൈറസ് ഉണ്ടാക്കുന്ന കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവസ്ഥകളുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഡോക്ടർ, ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. വൈക്കത്ത് നിന്നും സ്മിതയാണ്. സ്മിത, ഡോക്ടറോട് ചോദിച്ചോളൂ. ഓക്കെ ഡോക്ടർ, തുടർന്നോളൂ. കോൾ ചില സാങ്കേതിക കാരണങ്ങളെ കട്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ലക്ഷണങ്ങൾ പറഞ്ഞതപ്പോൾ വെള്ളപ്പാടുകൾ, അതുപോലെ തന്നെ ചുവന്ന പാടുകൾ, അതുപോലെ തന്നെ ഉണങ്ങിപ്പോകാത്ത മുറിവുകൾ, പിന്നെ വായുടെ പല ഭാഗങ്ങളിൽ നിന്നുള്ള അകാരണമായ രക്തസ്രാവം, അപ്പോൾ പിന്നെ മുഴകളായിട്ടും ഇത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഞാൻ പ്രത്യേകം പറയുകയാണ്, എല്ലാ മുഴകളും ഇതല്ല. പക്ഷേ ഒരു മുഴ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും ഒരു ദന്തരോഗ വിദഗ്ധനെ കാണണം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കുക. ഡോക്ടർ, അതുപോലെ തന്നെ ഈ വായിലെ അർബുദം നമ്മൾ ആദ്യം കണ്ടെത്താൻ ഇപ്പോൾ ലഭ്യമായിട്ടുള്ള പരിശോധനാ മാർഗ്ഗങ്ങൾ എന്തെല്ലാമാണ്? ഇപ്പം സാധാരണ ആളുകൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന സ്ക്രീനിങ്, അതുപോലെ തന്നെ സ്കാനിങ് സൗകര്യങ്ങളൊക്കെ ഇപ്പോൾ നിലവിലുണ്ടോ? അതെ, അത് ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ വെള്ളപ്പാടുകളോ അതുപോലെ തന്നെ ചുവന്ന പാടുകളോ നമുക്ക് സംശയമുള്ള എന്തെങ്കിലും വ്യത്യാസങ്ങൾ വായിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഉടൻ തന്നെ ഒരു ദന്തരോഗ വിദഗ്ധനെ കാണുകയും അതിന് ബയോപ്സി എന്നുള്ള ഒരു ടെസ്റ്റ് ചെയ്യേണ്ടതുമാണ്. ഇപ്പോൾ നിലവിലുള്ളതിൽ ഏറ്റവും പ്രായോഗികമായി നമുക്ക് ഫലപ്രദമായുള്ള ടെസ്റ്റ് എന്ന് പറയുന്നത്, ഇത് രോഗനിർണയത്തിനുള്ള ടെസ്റ്റ് എന്ന് പറയുന്നത് ബയോപ്സിയാണ്. അപ്പോൾ ബയോപ്സി എന്ന് പറയുമ്പോൾ ആ പ്രശ്നമുള്ള ഭാഗത്ത് നിന്നും അല്പം ദശ അല്ലെങ്കിൽ ടിഷ്യൂ നമ്മൾ എടുത്ത ശേഷം അത് മൈക്രോസ്കോപ്പിലൂടെ പരിശോധിക്കുകയും രോഗനിർണയം നടത്തുകയും ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മൾ സാധാരണ ചെയ്യുന്നതും വളരെ എഫക്റ്റീവ്. ഇതിൻ്റെ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്, ഓറൽ ക്യാൻസർ കണ്ടുപിടിക്കാൻ രോഗനിർണയത്തിനുള്ള ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ബയോപ്സി തന്നെയാണ്. അപ്പോൾ സംശയമുണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ എത്രയും നേരത്തെ അത് ബയോപ്സി ചെയ്ത് അതൊരു പ്രീ ക്യാൻസറസ് അല്ലെങ്കിൽ അർബുദപൂർവ്വ കണ്ടീഷനോ അല്ലെങ്കിൽ അർബുദമോ അല്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക. പിന്നെ നൂതനമായ വേറെ ഒരുപാട് കാര്യങ്ങൾ പുതിയതായി വരുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഈ ജനിതകമായ ഘടനയുടെ വ്യത്യാസം കണ്ടുപിടിക്കുന്ന കാര്യങ്ങളും ടെസ്റ്റുകളും, പിന്നെ സ്പെക്ട്രോമെട്രി വെച്ചിട്ടുള്ള പുതിയ ടെസ്റ്റുകളും, അതുപോലെ തന്നെ പ്രോട്ടിയോമിക്സ്, നമ്മുടെ ഉമിനീരിൻ്റെ കെമിക്കൽ ഘടന അല്ലെങ്കിൽ രാസഘടന ഇലെ വ്യത്യാസം വച്ചിട്ട് ക്യാൻസർ ഉണ്ടോ എന്ന് നോക്കുന്നതും, ട്യൂമർ മാർക്കേഴ്സ്, അത് ഉമിനീരിലെ ആയാലും അല്ലെങ്കിൽ ബ്ലഡിലെ ആയാലും ട്യൂമർ മാർക്കേഴ്സ് നമുക്ക് അളന്ന് അല്ലെങ്കിൽ തിട്ടപ്പെടുത്തി അർബുദമുണ്ടോ എന്ന് മനസ്സിലാക്കുന്ന പുതിയ രീതികളും നിലവിലുണ്ട്. എങ്കിലും അതത്ര പ്രായോഗികമായി ഇപ്പോൾ നിലവിലില്ല. അപ്പോൾ അതുകൊണ്ട് ബയോപ്സി തന്നെയാണ് ഏറ്റവും നല്ല അല്ലെങ്കിൽ ഫലപ്രദമായ രീതിയായി രോഗനിർണയത്തിന് ഇപ്പോഴും ഉപയോഗിക്കുന്നത്. ശരി ഡോക്ടർ, വ്യക്തമാണ്. പാലക്കാട് നിന്നൊരു പ്രേക്ഷക ചേരുന്നുണ്ട്, സലീമാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. നമസ്കാരം സാർ. നമസ്കാരം, പറയണം. എനിക്ക് 61 വയസ്സായി. അപ്പോൾ എൻ്റെ ചുണ്ടിന്റെ ഇടതുഭാഗത്ത് ചെറിയ ഉണരുമാരി ഉണ്ട്. അത് കുറേ ആയി വന്നിട്ട്. പിന്നെ ചുണ്ടിലൊക്കെ ഈ വെള്ള, നമ്മള് സാറ് കാണിച്ച ഫോട്ടോയിൽ കാണിച്ച മാതിരി വെള്ളായി കളറിൽ ഇങ്ങനെ ഈ പൊള്ളപ്പന്മാരി കീഴ്ചുണ്ടിൽ. അതെ. ഞാൻ പുകവലിച്ചു 10-40 കൊല്ലം പുകവലിച്ച ആളാണ്. ഇപ്പൊ പുകവലി നിർത്തി 10 കൊല്ലമായി. അപ്പൊ ഞാൻ ഇതുവരെ ഡോക്ടർമാരിനെ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ ഈ ചുണ്ടിലെപ്പോഴും ഈ വെള്ള കളറിൽ ഇങ്ങനെയുള്ള ഇത് കാണുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അതിങ്ങനെ നമ്മൾ കൈ കൊണ്ട് എടുക്കുമ്പോൾ തൊലിയായിട്ട് ഇങ്ങനെ വെളിയിലേക്ക് പോകണമുണ്ട്. ചുണ്ടിന്റെ ഇടതുഭാഗത്ത് ചെറിയ ഉണര് ഇങ്ങനെ വരും. അത് കമ്മിയായി പോകും, ചിലപ്പോൾ കൂടും, കമ്മിയായി പോകും. ശരി. ചുണ്ടിന്റെ ഏത് ഭാഗത്തായിട്ടാണ് ഇത് കാണുന്നത്? വശങ്ങളിലാണോ അതോ മുകളിലായിട്ടാണോ? വശങ്ങളില് ചുണ്ടിന്റെ
കവിളിന്റെ ഭാഗത്താണ് ഈ ഉണരുമായിട്ടുള്ളത് കാണുന്നത്. ശരി. ഇടത് ഭാഗത്ത് ഒരു ഭാഗത്തേ ഉള്ളൂ? ആ ഒരു ഭാഗത്തുള്ളൂ. പിന്നെ മറ്റ് ചുണ്ടിന്റെ ചുണ്ടിന്റെ ഈ മോണന്റെ താഴത്തായിട്ടാണ് ഈ ചുണ്ടിലാണ് ഈ വെള്ള കളറിലുള്ള അത് മോൾ ഭാഗത്തില്ല, താഴ് ഭാഗത്ത് മാത്രമേ ഉള്ളൂ. ശരി. അപ്പോൾ ഇത് ചുണ്ടിൽ ഇങ്ങനെ നിറവ്യത്യാസം വരാനായിട്ട് പല കാരണങ്ങളുണ്ടെങ്കിലും പ്രധാനമായിട്ട് നമ്മൾ ആദ്യം നമുക്ക് രക്തത്തിൽ ആവശ്യത്തിന് അയൺ കണ്ടന്റ് ഉണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഒന്നാമത്തെ കാര്യം, അതായത് ഹീമോഗ്ലോബിൻ ചെക്ക് ചെയ്ത് നോക്കുക, അത് കറക്റ്റ് ആണോ എന്ന് നോക്കുക. അതിനുശേഷം ഇതിപ്പോൾ എത്ര നാളായിട്ടുണ്ട്? ഇതിപ്പോ ഈ ചെറിയ ഉള്ളിലൊക്കെ വന്നിട്ടൊക്കെ 3-4 വർഷമാവും. അപ്പോൾ നമ്മൾ ഒരു ബയോപ്സി ചെയ്ത് നോക്കുന്നതിൽ തെറ്റില്ല. അപ്പോൾ നമ്മൾ ഒരു ബയോപ്സി ചെയ്ത് അതിന് കുഴപ്പമൊന്നും ഉള്ള കാര്യമല്ല എന്നുള്ളത് നമ്മൾ ഉറപ്പാക്കണം. ഇത് സാധാരണ ഹീമോഗ്ലോബിൻ അല്ലെങ്കിൽ നമ്മുടെ അയൺ ഡെഫിഷ്യൻസി കാരണമുള്ള ഹീമോഗ്ലോബിൻ കുറവിൻ്റെ ഭാഗമായിട്ട് വരാം, അല്ലെങ്കിൽ ചിലപ്പോൾ പൂപ്പൽ ബാധയുടെ ഭാഗമായിട്ടും ഇത് വരാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഇടയ്ക്കിടയ്ക്ക് ഇളകി വരുന്ന ഈ പറയുന്നത് പോലെ വരാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും ഒരു ദന്തരോഗ വിദഗ്ധനെ കണ്ട് ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് 100% എന്താണെന്ന് നമുക്ക് നിർണയം നടത്താം. തുടക്കത്തിൽ ചികിത്സ തുടങ്ങിയാൽ വളരെ പെട്ടെന്ന് തന്നെ ചികിത്സിച്ച് മാറ്റുകയും ചെയ്യാം. ശരി ഡോക്ടർ, പ്രേക്ഷകനെ വ്യക്തമായി മനസ്സിലാക്കുന്നു. ഡോക്ടർ ഇപ്പോൾ ബയോപ്സിനെ കുറിച്ച് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ബയോപ്സി ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു ചെക്കപ്പ് കഴിഞ്ഞ് എത്ര ദിവസത്തിനുള്ളിലാണ് നമുക്ക് ഈ റിസൾട്ട് കിട്ടുന്നത്? ബയോപ്സിയുടെ സൗകര്യം ഇപ്പോൾ എല്ലാ മെഡിക്കൽ കോളേജുകളിലും അല്ലെങ്കിൽ സർക്കാർ ഡെൻ്റൽ കോളേജുകളിലും അല്ലാതെയുള്ള ഡെൻ്റൽ കോളേജുകളിലും ഒക്കെ ഇപ്പോൾ ലഭ്യമാണ്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ബയോപ്സി ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ റിസൾട്ട് നമുക്ക് കിട്ടും. വളരെ പെട്ടെന്ന് തന്നെ ഒരാഴ്ചയ്ക്കുള്ളിലോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ അത്യാവശ്യമാണെങ്കിൽ ഒരു 3-4 ദിവസത്തിനുള്ളിൽ തന്നെ ഇതിൻ്റെ റിസൾട്ട് കിട്ടാനുള്ള ഇത് നമുക്കുണ്ട്. പിന്നെ ബയോപ്സിയിൽ തന്നെ പല തരത്തിലുള്ള ബയോപ്സികളുണ്ട്. ഈ ഉദാഹരണത്തിന് ആ രോഗം ബാധിച്ച ഭാഗം അല്ലെങ്കിൽ രോഗം ഉണ്ടോ എന്ന് സംശയമുള്ള ഭാഗം പൂർണ്ണമായും നമ്മൾ എടുത്തു മാറ്റി പരിശോധിക്കുന്നതിന് എക്സിഷണൽ ബയോപ്സി എന്ന് പറയും. അതുപോലെ തന്നെ രോഗം ബാധിച്ച ഭാഗമോ അല്ലെങ്കിൽ രോഗമുണ്ട് എന്ന് നമുക്ക് തോന്നുന്ന ഭാഗമോ അതിൽ നിന്ന് ഒരു ഭാഗം മാത്രം എടുത്ത് പരിശോധിച്ച ശേഷം ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ആ രീതിയെ നമ്മൾ ഇൻസിഷണൽ ബയോപ്സി എന്ന് പറയും. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ട വെള്ളപ്പാട്, ചുവന്ന പാടുകളൊക്കെ കാണുന്ന സമയത്ത് അതിൽ നിന്ന് ഇളകി വരുന്ന കോശങ്ങളെ പരിശോധിച്ച് പറയുന്ന എക്സ്ഫോളിയേറ്റീവ് സൈറ്റോളജി, അങ്ങനെയുള്ള ബയോപ്സിയും ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ ബയോപ്സി ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു 5 ദിവസത്തിനുള്ളിൽ തന്നെ റിസൾട്ട് കിട്ടുകയും ചികിത്സ തുടങ്ങുകയും ചെയ്യാം. ശരി ഡോക്ടർ, വ്യക്തമാണ്. നമ്മുടെ ഒരു പ്രേക്ഷകൻ ചിരിക്കുകയാണ്, വിജയനാണ്. വിജയൻ ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ. പറയണം. അത് കോഴിക്കോട് നിന്നാണ്, വിജയൻ എന്ന് പറയും. 64 വയസ്സായി. പറയണം. എന്താ ചുണ്ടിനൊരു നീറ്റലാണ്, ചുണ്ടിനും മേൽചുണ്ടിനും താഴത്തെ ചുണ്ടിനും അങ്ങനെ ഉള്ളിലും ഒക്കെ ആയിട്ട് നീറ്റല് മാതിരി വരും. അത് ചൂട് തട്ടുമ്പോഴാണ് വരുന്നതെന്ന് തോന്നുന്നു. ചൂടുള്ള ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞാല് പിന്നെ 2 ദിവസത്തേക്ക് നീറ്റലാണ്, 2-3 ദിവസം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നീറ്റ്. എന്നിട്ട് ഈ വായ്പുണ്ണിന്റെ ഓയിന്റ്മെന്റ് വരട്ടിയാല് മാറുകയും ചെയ്യും. ഇങ്ങനെ പൊളുകൻ മാതിരി ഇങ്ങനെ ഇടയ്ക്ക് ചുണ്ടിന് വരികയും ചെയ്യും. ഇത് ചുണ്ടിൽ മാത്രമേ ഉള്ളൂ അതോ വായ്ക്ക് ഉള്ളില് കവിളിന്റെ ഉൾഭാഗത്തുണ്ടോ? ഇല്ല, കവിളിലില്ല, ചുണ്ടില് മാത്രം. ശരി. നാക്കിന്റെ മുകളിലോ? ഇല്ലല്ലോ. ഇല്ല, നാക്കിലൊന്നുമില്ല, ചുണ്ടിന് മേലെയും താഴെയും. ശരി ശരി. അങ്ങനെ ചുവപ്പ് നിറമായിട്ട് ഇങ്ങനെ നീറ്റലാണ്, എപ്പോഴും ഇങ്ങനെ വെള്ളമാക്കാൻ. ഓക്കെ. അപ്പോ ഇത് ഫംഗൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ പൂപ്പൽ ബാധ കൊണ്ട് വരാനുള്ള ഒരു സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു ദന്തരോഗ വിദഗ്ധനെ കണ്ടിട്ട് ഒരു സ്മിയർ ടെസ്റ്റ് ചെയ്യുക. ഒരു കാൻഡിഡ് സ്മിയർ അല്ലെങ്കിൽ പൂപ്പൽ ബാധ അറിയാനുള്ള ഒരു ടെസ്റ്റ് ഉണ്ട്, അത് ചെയ്ത് നോക്കുക. അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഒരു ബ്ലഡ് ചെക്കപ്പ് കൂടെ ചെയ്യണം. അതിൽ വേറെ കുഴപ്പമൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക. നമുക്ക് ഹീമോഗ്ലോബിൻ്റെ കുറവോ അല്ലെങ്കിൽ അയൺ ഡെഫിഷ്യൻസി, അയണിൻ്റെ കുറവോ അങ്ങനെ ഒന്നുമില്ല എന്നുള്ളത് ഉറപ്പാക്കുക. ഈ 2 കാര്യങ്ങൾ ഓർമ്മിക്കുക. ഇനി ഇത് രണ്ടുമല്ലാതെ ചിലപ്പോൾ ചില വൈറൽ ഇൻഫെക്ഷൻസിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ വൈറൽ ബാധയുടെ ഭാഗമായിട്ടും ഇതുപോലെ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ കേസിൽ നേരിട്ട് കണ്ടാൽ മാത്രമേ ഇത് നമുക്ക് പൂർണ്ണമായി നിർണ്ണയിക്കാൻ പറ്റൂ. അതിൻ്റെ കൂടെ ഈ ടെസ്റ്റുകളും നമ്മൾ ചെയ്യേണ്ടതുണ്ട്.
ഓക്കെ ഡോക്ടർ. അപ്പോൾ അതുകൊണ്ട് ഒരു ദന്തരോഗ വിദഗ്ധനെ കാണുക, അല്ലെന്നുണ്ടെങ്കിൽ ഒരു പത്തോളജി വിദഗ്ധനെ കാണുന്നത് നല്ലതാണ്. ഓക്കെ ഓക്കെ ഡോക്ടർ. ഡോക്ടർ, അതുപോലെ തന്നെ ഈ വായിലെ ക്യാൻസർ നമുക്ക് നേരത്തെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നൂതനമായ പരിശോധനകൾ ഇപ്പം എല്ലായിടത്തും ഉണ്ടല്ലോ. അപ്പോൾ അവ സർക്കാർ ആശുപത്രികളിലും അതുപോലെ നമ്മുടെ സാധാരണ ക്ലിനിക്കുകളിലൊക്കെ ലഭ്യമാണോ? ബയോപ്സി തന്നെയാണ് ഇപ്പോഴും ഏറ്റവും പ്രായോഗികമായി എല്ലാ സെൻറ്ററുകളിലും, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പ്രായോഗികമായി കിട്ടുന്ന രോഗനിർണയ ടൂൾ അല്ലെങ്കിൽ ഇതെന്ന് പറയുന്നത് ബയോപ്സി തന്നെയാണ്. ബയോപ്സി വളരെ കാര്യക്ഷമമായി നമുക്ക് രോഗനിർണയം നടത്തുകയും ചെയ്യാം. പിന്നെ അതിനൂതനമായ, ഞാൻ നേരത്തെ പറഞ്ഞു, സ്പെക്ട്രോസ്കോപ്പി ഉപയോഗിച്ചിട്ടുള്ള തുടക്കത്തിലെയുള്ള നിർണയം, അതുപോലെ ജനിതക വ്യതിയാനങ്ങൾ കണ്ടെത്താനുള്ള മൈക്രോ സാറ്റലൈറ്റ് ഇൻസ്റ്റബിലിറ്റി അസസ്മെൻറ്റ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, പ്രോട്ടിയോമിക്സ് ഉപയോഗിച്ചിട്ടുള്ള ചേഞ്ചുകൾ കണ്ടുപിടിക്കുന്നത്, അതായത് ഉമിനീരിലുണ്ട് രാസഘടന ഉപയോഗിച്ചിട്ട് സെല്ലുകളുടെ ചേഞ്ച് കണ്ടുപിടിക്കുന്നത്, അതുപോലെ തന്നെ ട്യൂമർ മാർക്കേഴ്സ് അല്ലെങ്കിൽ ബ്ലഡിലും ഉമിനീരിലും രക്തത്തിലും ഉമിനീരിലും ഉള്ള രാസഘടനയുടെ വ്യത്യാസം വച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ടെസ്റ്റുകൾ പല സ്ഥലങ്ങളിലും ഉണ്ടെങ്കിലും ഇപ്പോൾ ഇത് ഇന്ത്യയിൽ അത്ര വളരെ വ്യാപകമായി ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ ഇങ്ങോട്ട് അത്ര വ്യാപകമായി ഇത് പ്രചരിച്ച് വന്നിട്ടില്ല. അപ്പോൾ കൂടുതലും നമ്മൾ ബയോപ്സി തന്നെയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. പക്ഷേ ബയോപ്സി തന്നെയാണ് ഏറ്റവും പ്രായോഗികമായി നമുക്കിത് രോഗനിർണയത്തിന് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ബയോപ്സി ഇപ്പോൾ എല്ലാ സർക്കാർ കോളേജുകളിലും മെഡിക്കൽ കോളേജുകളിലും അതുപോലെ തന്നെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഇത് ലഭ്യമാണ്. അപ്പോൾ നമുക്ക് ബയോപ്സി ഉപയോഗിച്ച് തന്നെ ഇത് കണ്ടുപിടിക്കാം എന്നുള്ളതേ ഉള്ളൂ. സമീപഭാവിയിൽ ഈ പറഞ്ഞ വളരെ അത്യാധുനിക ഇതും നമ്മുടെ ഇടയിൽ വന്നു ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ, അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിക്കുകയാണ്. ഇപ്പം നമ്മൾക്ക് ഈ ഓറൽ ക്യാൻസർ, അപ്പം അതിൽ ഈ കീമോ, റേഡിയേഷൻ അങ്ങനെയുള്ള ചുവടുവെപ്പ്, അതായത് ഇതെങ്ങനെയാണ് അതിൻ്റെ രീതികൾ എന്ന് പറയുന്നത്? കീമോയോ റേഡിയേഷനോ അങ്ങനത്തെ ട്രീറ്റ്മെൻ്റ് ഒക്കെ ഈ ഓറൽ ക്യാൻസറിനും ബാധകമാണോ? അതെ, ഈ ഓറൽ ക്യാൻസറിനും അത് ബാധകം തന്നെയാണ്. പക്ഷേ അത് ഏത് തരത്തിലുള്ള ക്യാൻസർ ആണ് എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ വായിൽ വരുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാൻസർ എന്ന് പറയുന്നത് സ്ക്വാമസ് സെൽ കാർസിനോമ എന്ന വിഭാഗത്തിൽപ്പെട്ട ക്യാൻസറുകളാണ്. അപ്പോൾ നമ്മൾ ഒരു ബയോപ്സിയിൽ കൂടെ ഇത് ഏത് തരത്തിലുള്ള ക്യാൻസറാണ് എന്നുള്ളത് നമ്മൾ ആദ്യം നിർണ്ണയിക്കുന്നു. അതിന് ശേഷമാണ് ഇതിൽ ഏത് തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് വേണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ചുണ്ടിൽ വരുന്നത് ബേസൽ സെൽ കാർസിനോമ എന്നൊക്കെ പറഞ്ഞാൽ ചുണ്ടിൽ വരുന്നത് കൂടുതലും വെയിൽ അല്ലെങ്കിൽ ഈ റേഡിയേഷൻ്റെ ഇതൊക്കെ കാരണമാണ് വരുന്നത്. അപ്പോൾ അതിന് വേറെ തരത്തിലുള്ള ചികിത്സയും. അപ്പോൾ ബേസിക്കലി ഞാൻ പറഞ്ഞതുപോലെ ഓരോ തരത്തിലുള്ള ക്യാൻസറിനും അതിൻ്റെതായ രീതിയിലുള്ള ചികിത്സയാണ് നമ്മൾ നിശ്ചയിക്കുന്നത്. എന്തായാലും വായിലുള്ള ക്യാൻസറുകൾക്കും അല്ലെങ്കിൽ അർബുദത്തിനും കീമോതെറാപ്പിയും റേഡിയേഷൻ തെറാപ്പിയും എല്ലാം ഇപ്പോൾ നിലവിലുണ്ട്. ശരി ഡോക്ടർ, നമ്മളോട് ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. മംഗളശ്ശേരിയിൽ നിന്ന് മുഹമ്മദാണ്. മുഹമ്മദ്, ഡോക്ടറോട് ചോദിച്ചോളൂ. നമസ്കാരം സാർ. നമസ്കാരം, പറഞ്ഞോളൂ. ഒരു 65 വയസ്സായിട്ടുള്ള ഒരാള് ഇപ്പോ 2 ചുണ്ടും വെള്ളപ്പാണ്ട് മാതിരി ആയിട്ടുണ്ട്. 2 ചുണ്ടും 65 വയസ്സ് കഴിഞ്ഞിങ്ങനെ. പിന്നെ വെള്ളപ്പാണ്ട് ഇപ്പൊ സാധാരണ നമ്മൾ കാണുന്നുണ്ടല്ലോ, അതേപോലെ ഉണ്ടായിരിക്കുന്നു. 2 ചുണ്ട് മാത്രം. അതില് ഡോക്ടറെ കാണിച്ചു, അവര് സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചപ്പോ അവര് പിന്നെ അത് അങ്ങനെ ഉണ്ടാവും, അത് സാരില്ല, അങ്ങനെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇപ്പൊ അത് കൂടുതൽ നല്ല കട്ടിയിൽ പല സ്ഥലങ്ങളിലും ആയിട്ടുണ്ട്. അപ്പൊ അത് ഇനി എന്ത് ചെയ്യണം? ഇതിന്റെ ടെസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ സാറ് വളരെ വിശദമായിട്ട് ഓരോ കാര്യം പറഞ്ഞപ്പോഴാണിത് തോന്നുന്നത്. ഇതിന്റെ കാര്യം ഒരു പിന്നെ സാമ്പിൾ അയക്കുക പോലെല്ലാം ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ അതെന്ത് ചെയ്യണം എന്നുള്ളത് ബഹുമാനപ്പെട്ട സാറ് പറഞ്ഞെന്നാ വളരെ ഉപകാരപ്രദമാവും. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഈ വെള്ള നിറം ഉണ്ടെന്ന് പറഞ്ഞത് നമ്മൾ വിരൽ വെച്ച് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ അല്ലെങ്കിൽ അമർത്തി നോക്കുമ്പോൾ കുറച്ച് കട്ടിയുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? കട്ടിയുള്ളതായിട്ടുള്ളത് തോന്നുന്നില്ല. ഇത് ചുണ്ടിലല്ലാതെ വായിലെ ഏത് ഭാഗത്തൊക്കെ ഉണ്ട്? ഒരു ഭാഗത്തുമില്ല. 2 ചുണ്ടിനും ഫുള്ളായിട്ടുണ്ട്. ശരി. അപ്പോൾ ഇത് 2 രീതിയിലാണ് നമ്മളിത് നോക്കേണ്ടത്. ഒന്ന്, ഈ ചുണ്ടുകളിൽ പറ്റിപ്പിടിച്ച് പൂപ്പൽ പോലുള്ള ഒരു അവസ്ഥ വരാം. അപ്പോൾ ആദ്യം അതല്ല എന്നുള്ളത്
ഉറപ്പാക്കാനായിട്ട് നമ്മൾ ഒരു കാൻഡിഡ് സ്മിയർ എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് നമ്മൾ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അതല്ല ഇളകി വരാത്ത പാടാണ്, ഇത് വെള്ള നിറമുള്ള ഇളകി വരാത്ത പാടാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അത് ബയോപ്സി ചെയ്ത് നോക്കുന്നത് വളരെ അത്യാവശ്യകരമാണ്. ഡോക്ടർ, സമയപരിമിതി മൂലം ഞാൻ ഇടപെടുകയാണ്. പ്രേക്ഷകന് വ്യക്തമായി മനസ്സിലാക്കുന്നു. ഓറൽ ക്യാൻസറിൻ്റെ പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും അതിൻ്റെ രോഗനിർണയത്തെക്കുറിച്ചുമാണ് ഹെലോ ഡോക്ടറുടെ ഇന്ന് നമ്മൾ സംസാരിച്ചത്. നമുക്കൊപ്പം ഉണ്ടായിരുന്നത് ഗവൺമെൻറ് ഡെൻ്റൽ കോളേജിലെ ഓറൽ പാത്തോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ശിവകുമാർ ആയിരുന്നു. ഡോക്ടർ നന്ദി. നമസ്കാരം. ഹെലോ ഡോക്ടറിൻ്റെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുന്നു.